ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സാമ്പിൾ 4 ആണ്. ഫൈൻഡ് എ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ സച്ച് ദാറ്റ് the point xy is equidistant from points 7, 1 and 3, 5. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ പി ഒരു ആർബിട്രറി ആണ് എക്സ് വൈ എന്ന് പറയുന്നത്. എ 7, 1 ആണ്, ബി 3, 5 ആണ്. എയിൽ നിന്നും ബിയിൽ നിന്നും പിയിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. അങ്ങനെ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ പി എ ഈക്വൽ ടു പി ബി എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. നമുക്ക് ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് നമ്മൾ ഈ ഒരു റിലേഷനാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. ആ റിലേഷനാണ് എഴുതേണ്ടത്. ലെറ്റ് പി എക്സ് വൈ ബി ഈക്വിഡിസ്റ്റൻസ് ഫ്രം ദി പോയിന്റ്സ് എ 7, 1 ആൻഡ് ബി 3, 5. വി ആർ ഗിവൺ ദാറ്റ് എ പി ഈസ് ഈക്വൽ ടു എ ബി. എ പിയും എ ബിയും ഈക്വൽ ആണെങ്കിൽ അവിടെ എന്ത് പറയാം, നമുക്ക് എ പി സ്ക്വയറും എ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ ആണ്. ഇത് രണ്ടിൻ്റെ സ്ക്വയേഴ്സും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എ പി ഈക്വൽ ടു എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ഫോമിൽ യൂസ് ചെയ്യുക അല്ലേ. എ പി ഈക്വൽ ടു എ ബി എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് നോക്കാം. പി എന്ന് പറയുന്നത് എക്സ് വൈ ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഫോമിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പി എ ഈക്വൽ ടു പി ബി ആണെങ്കിൽ എന്ത് വരും? റൂട്ട് ഓഫ് x2 minus x1 the whole square plus y2 minus y1 the whole square. അപ്പോൾ എന്താ വരിക? x minus 7 whole square plus y minus 1 whole square is equal to root of x minus 3 whole square, അതായത് പി ബി ആണ്, x minus 3 whole square plus y minus 5 whole square. ഇനി ഇവിടെ നമുക്കറിയാം പി എ ഈക്വൽ ടു പി ബി ആണെങ്കിൽ പി എ സ്ക്വയർ ഈക്വൽ ടു പി ബി സ്ക്വയർ എന്ന് എഴുതാം. അതുകൊണ്ട് അപ്പോൾ എന്ത് വരും? ഇതിൻ്റെ റൂട്ട് നമുക്ക് കട്ട് ചെയ്ത് പോവാം. അപ്പോൾ റൂട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഇനി ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. എക്സ് മൈനസ് 7 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 2x ഇൻറ്റു 7, അതായത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന ഐഡൻറ്റിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab, അല്ലെങ്കിൽ എന്ത് പറയാം? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ, അങ്ങനെയും പറയാം. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് മൈനസ് 7 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ മൈനസ് 2x ഇൻറ്റു 7, അപ്പോൾ 14x എന്ന് വരും. മൈനസ് 14x പ്ലസ് y മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ y സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു വൈ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ മൈനസ് 2y ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് എന്ത് വരും? എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 3, അപ്പോൾ 6x പ്ലസ് y മൈനസ് 5 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ y സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു വൈ ഇൻറ്റു 5, അപ്പം മൈനസ് 10 y എന്ന് വരും. ഇങ്ങനെയാണ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും വരുന്നത്. ഇനി ഇതിൽ സെയിം ആയിട്ട് വരുന്നതിനൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ രണ്ട് സൈഡിലും വരുന്നുണ്ട്, അപ്പോൾ എക്സ് സ്ക്വയറിനെ കട്ട് ചെയ്ത് പോവും. പിന്നെ വരുന്ന വൈ സ്ക്വയറും ഈക്വൽ സൈൻ്റെ രണ്ട് സൈഡിലും വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സൈഡിലും പ്ലസ് സൈനിനെ ആയതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. സെയിം സൈൻ ആണെങ്കിൽ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ നമ്പേഴ്സൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ എക്സിൻ്റെ ടേമിനെയും വൈയുടെ ടേമിനെയും ഒരു സൈഡിൽ കൊണ്ടുവരിക, നമ്പേഴ്സിനെ ഈക്വൽ സൈൻ്റെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോവുക. ഇവിടെ 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 ആണ്. 7 സ്ക്വയർ 49 പ്ലസ് 1 സ്ക്വയർ 1, അപ്പോൾ 49 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 50 എന്ന് വരും. 50. അതുപോലെ ബാക്കി വരുന്നത് മൈനസ് 14x മൈനസ് 2y മൈനസ് 14x മൈനസ് 2y ഈക്വൽ ടു ഈക്വൽസിൻ്റെ മറ്റേ സൈഡിൽ വരുന്നത് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. 5 സ്ക്വയർ 25 ആണ്. അപ്പോൾ 3 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 പ്ലസ് 9 എന്ന് പറയുമ്പോൾ 34.
ഇവിടെ -6x ഉണ്ട്, അതുപോലെ തന്നെ -10y ഉണ്ട്, അതും എഴുതാം. -6x -10y എന്ന്. ഇനി ഇവിടെ നമുക്ക് നമ്പേഴ്സിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോവാം, അതുപോലെ തന്നെ ഈ വേരിയബിളൊക്കെ ഒരു സൈഡിൽ. അപ്പോൾ ഈ -14xും ഈ ടേം ഇങ്ങനെ തന്നെ എഴുതി, ഈ 50യെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ടേം -6x -10y അതിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്താ വരിക നോക്കാം. -14x -2y, ഇവിടെയുള്ള -6x ഇങ്ങോട്ടേക്ക് വന്നു, അപ്പോൾ +6x, -10y ഇങ്ങോട്ടേക്ക് വരുമ്പോൾ +10y ഈസ് ഈക്വൽ ടു 34 -50 എന്ന് വരും. ഇവിടെ -14x +6x എന്ന് പറഞ്ഞാൽ -8x -2y +10y എന്ന് പറയുമ്പോൾ +8y ഈസ് ഈക്വൽ ടു 34 -50 ദാറ്റ് ഈസ് -16. അപ്പോൾ എല്ലാ സ്ഥലത്തും 8ൻ്റെ മൾട്ടിപ്പിൾ ആണ് വന്നത്, അതുകൊണ്ട് തന്നെ നമുക്കൊരു ത്രൂ ഔട്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒരു -8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈനസും കട്ടായി പോകും, ഈ മൈനസും പോകും. അതിനുവേണ്ടി ത്രൂ ഔട്ട് ഞാൻ -8 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഡിവൈഡഡ് ബൈ -8 ഡിവൈഡഡ് ബൈ -8. അപ്പോൾ എന്ത് വരും, ഈ ടേമിന് ഫസ്റ്റ് ടേമിനെ -8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ x, ഇവിടെ -8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് -y ഈക്വൽ ടു -8 കൊണ്ട് 16 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, 2 വരും. അപ്പോൾ നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് ഇതാണ്, x - y ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും.